കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു സംശയമായിരുന്നു. എന്താണ് ഒരു 2000 വർഷം മുമ്പ് ഈ ഒരു പലസ്തീൻ പ്രദേശത്ത് സംഭവിച്ചിരുന്നത്, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥയും നമ്മുടെ ഇപ്പോഴത്തെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നവുമായി വലിയ ബന്ധമൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഒരുപാട് ആളുകൾ ഈ സംശയം ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു alexplain. കഥ നടക്കുന്നത് BC 1000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഇന്നത്തെ ഈ പലസ്തീൻ പ്രദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനാൻ ദേശം എന്നൊക്കെയാണ് പൊതുവെ ബൈബിളിലും അതുപോലെ തന്നെ ചരിത്ര രേഖകളിലുമൊക്കെ ആ ഒരു പ്രദേശത്തെ വിളിച്ചിരുന്നത്. ഇനി ജൂതന്മാരുടെ കഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബൈബിളിലൊക്കെ പറയുന്ന അബ്രാഹം എന്ന് പറഞ്ഞിട്ടുള്ള ആളിൽ നിന്നാണ് ജൂതവംശത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. അബ്രാഹത്തിൻ്റെ മകനായിട്ടുള്ള ഇസഹാക്ക് ഉണ്ടായിരുന്നു. ഇസഹാക്കിൻ്റെ മകനായിരുന്നു ജേക്കബ് എന്ന് പറയുന്ന ആൾ. ഈ ജേക്കബിൻ്റെ മറ്റൊരു പേരായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ജേക്കബിന് 12 മക്കളുണ്ടായിരുന്നു. പിന്നീട് ഈ 12 മക്കളിൽ നിന്നാണ് 12 ഗോത്രങ്ങൾ ഉണ്ടാവുന്നത്. ഈ 12 ഗോത്രങ്ങൾ ചേർന്നിട്ടാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം സൃഷ്ടിക്കുന്നത്. ഇനി തോറ പോലെയുള്ള മതഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഈ 12 ഗോത്രങ്ങൾ ഈജിപ്തിലെ ഫറവോമാരുടെ അടിമകളായിരുന്നു, പിന്നീട് അവരിങ്ങോട്ടേക്ക് വരികയായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ചരിത്രകാരന്മാർക്ക് അതിൽ ചെറിയൊരു എതിരഭിപ്രായമുണ്ട്. എന്തായാലും ശരി, ഈ 12 ഗോത്രങ്ങൾ ഈ കാനാൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്ത് വരികയും ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം അവിടെ സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിന് ഡേവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു സോളമൻ എന്ന് പറയുന്നത്. ഈ സോളമൻ രാജാവാണ് ജെറുസലേം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ജൂതന്മാരുടെ ആദ്യത്തെ ടെമ്പിൾ ആരംഭിക്കുന്നത്. അതാണ് സോളമൻസ് ടെമ്പിൾ അല്ലെങ്കിൽ ഫസ്റ്റ് ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഏകദേശം BC 930 ഇസ്രായേൽ പ്രദേശത്ത് 12 ഗോത്രങ്ങൾ തമ്മിൽ ചെറിയൊരു ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 10 ഗോത്രങ്ങൾ ആ രാജ്യത്തിൻ്റെ നോർത്തേൺ ഭാഗം, അതായത് മുകൾ ഭാഗത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമായി മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സദേൺ ഭാഗത്ത് ബാക്കി വന്നിട്ടുള്ള 2 ഗോത്രങ്ങൾ ചേർന്നിട്ട് ജൂത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം സൃഷ്ടിക്കുകയാണ്. അങ്ങനെ 2 രാജ്യങ്ങളായി കുറേ കാലം അവർ മുന്നോട്ട് പോകുന്നു. പിന്നീട് ഈ പറഞ്ഞിട്ടുള്ള അറേബ്യൻ പ്രദേശങ്ങളൊക്കെ പലതരത്തിലുള്ള കോൺക്വസ്റ്റുകളുടെ കീഴിലേക്ക് പോകുന്നുണ്ട്. BC 720 അസീറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജവംശം ഇവിടെ ആക്രമിക്കുകയും ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ 10 ഗോത്രങ്ങളുടെ കഥ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പിന്നീട് ചരിത്രത്തിൽ ഒരിടത്തും പറയുന്നില്ല. അതുകൊണ്ടാണ് അവരെ ദ ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺക്വസ്റ്റ് ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത് ബാബിലോണിയ എന്ന് പറഞ്ഞിട്ടുള്ള വംശം ഇവരെ കീഴ്പ്പെടുത്തുന്നതിലൂടെയാണ്. അപ്പോൾ അതൊരു ഭയങ്കര വലിയ കോൺക്വസ്റ്റ് ആയിരുന്നു. ഇവിടെ നിന്നുള്ള ആളുകൾക്കെല്ലാം പുറത്തേക്ക് ഓടി പോകേണ്ടതായിട്ട് വന്നു. മാത്രമല്ല സോളമൻ്റെ ദേവാലയം തകർക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ജൂതവംശം മുഴുവൻ ബാബിലോണിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്തേക്ക് കുടിയേറുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല ഏകദേശം AD 13-ാം നൂറ്റാണ്ട് വരെ അവരവിടെ ജീവിക്കുകയും അവരുടേതായിട്ടുള്ള പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ ഒരു ഇസ്രായേൽ പ്രദേശം പേർഷ്യൻ റൂളിൻ്റെ കീഴിലേക്ക് വരുന്നുണ്ട്. ഈ പേർഷ്യൻ റൂളിൻ്റെ കീഴിൽ ഈ പ്രദേശം വരുമ്പോൾ ഓടിപ്പോയിട്ടുള്ള ജൂതന്മാരെ എല്ലാം തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം അവരവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല തകർക്കപ്പെട്ട 1-ാം ടെമ്പിളിൻ്റെ സ്ഥാനത്ത് 2ാമതൊരു ദേവാലയം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരവും പേർഷ്യൻ റൂളിൻ്റെ കീഴിൽ ഇവർക്കുണ്ടാകുന്നു. അതിനുശേഷം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഒരു കോൺക്വസ്റ്റ് ആണ്. പക്ഷേ നമുക്കെല്ലാവർക്കും ചരിത്രത്തിൽ അറിയാം, അലക്സാണ്ടർ കുറേ അധികം സ്ഥലങ്ങൾ പിടിച്ചെടുത്തുവെങ്കിലും അദ്ദേഹം കുറച്ച് കാലങ്ങൾക്ക് ശേഷം മരണപ്പെട്ടതുകൊണ്ട് ഈ പ്രദേശങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഗവർണർമാരുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് വരുന്നുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം യൂതമതത്തിൽപ്പെട്ട തന്നെ ഒരു രാജാവിൻ്റെ കീഴിൽ ഈ പ്രദേശത്തിൻ്റെ ഭരണം മുഴുവൻ വന്നു ചേരുന്നുണ്ട്. അതിനെയാണ് ഹാസ്മോണിയൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഈ ഹാസ്മോണിയൻ ഡൈനാസ്റ്റി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ എൻ്റയർ പ്രദേശത്തിൻ്റെ പേര് മാറ്റി ജൂദയ എന്നാക്കുന്നു. സോ ആദ്യം അത് കാനാൻ ദേശമായിരുന്നു, പിന്നീട് ഇസ്രായേൽ ആവുന്നു, ഇസ്രായേലും ജൂദായും ആവുന്നു, ഇപ്പോൾ അതിൻ്റെ പേര് ജൂദയ എന്നാവുന്നു. എന്നാൽ ഈ ഹാസ്മോണിയൻ ഡൈനാസ്റ്റിക്കും ഒരുപാട് കാലം അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ശക്തരായിട്ടുള്ള റോമാ സാമ്രാജ്യം പിന്നീട് ആ പ്രദേശത്ത് അധികാരത്തിൽ വരികയും ഏകദേശം 63 BC ഈ എൻ്റയർ പ്രദേശം, അതായത് ഈ ജൂദയ പ്രദേശം മുഴുവൻ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നു. പിന്നീട് റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു സാമന്ത രാജ്യമായി ഈ ജൂദയ പ്രദേശം മാറുകയും ഹെറോദ് അല്ലെങ്കിൽ ഹെറോദേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് അവിടുത്തെ രാജാവായി മാറുകയും ചെയ്യുന്നു. ഈ സമയത്താണ് നമ്മൾ ബൈബിളിലും അതുപോലെ തന്നെ ചരിത്ര രേഖകളിലും ഒക്കെ കാണുന്നത് പോലെ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അവിടേക്ക് കടന്നു വരികയും യഹൂദ മതത്തിലെ പല അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് യഹൂദന്മാർക്ക് ഈ പ്രവർത്തികൾ ഇഷ്ടപ്പെടാതെ വരികയും അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ക്രൂസിഫൈ ചെയ്യുകയും ചെയ്യുന്നത്. സോ ഈ ക്രൂസിഫിക്കേഷൻ എല്ലാം ശേഷം ഏകദേശം AD 60-70 കാലഘട്ടത്തിൽ അവിടുത്തെ യഹൂദന്മാർ റോമാ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. ഈ സമയത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ മതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസത്തിലുള്ള മതവിശ്വാസമാണ് റോമാ സാമ്രാജ്യത്തിലുള്ളത്. അവർ ക്രിസ്ത്യൻസോ മുസ്ലിംസോ ഒന്നുമല്ല. അങ്ങനെ ഈ AD 65-70 കാലഘട്ടത്തിൽ ഇതൊരു ഭയങ്കരമായിട്ടുള്ള യുദ്ധമായി മാറുകയും ഈ യുദ്ധത്തിൽ ജൂതവംശത്തെ മുഴുവൻ റോമാ സാമ്രാജ്യം പരാജയപ്പെടുത്തുകയും അവരെ അവിടെ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ആളുകളെ കൊന്നുകളഞ്ഞു, കുറേയധികം ആളുകളെ അടിമകളായി
വസ്തുക്കളായി വിറ്റു, ബാക്കി വന്നവരെല്ലാം അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു എന്നാണ് പറയുന്നത്. സോ ബാബിലോണിയക്കാർ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് അവർക്ക് ചെറിയ രീതിയിലുള്ള ഒരു എക്സൈൽ ഉണ്ടായിരുന്നുവെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഈ ജൂത സമൂഹം കുടിയേറി പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് AD 70 കാലഘട്ടത്തിൽ നടന്ന റോമാ സാമ്രാജ്യവുമായിട്ടുള്ള യുദ്ധമാണ്. ഈ AD 70 യുദ്ധത്തിൻ്റെ സമയത്താണ് രണ്ടാമത്തെ ടെമ്പിളും തകർക്കപ്പെടുന്നത്. അന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും കുടിയേറിപ്പോയ ജൂത സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് കേരളത്തിൽ വരികയും പിന്നീട് മട്ടാഞ്ചേരിയിൽ അവർ താമസം ഉറപ്പിക്കുകയും ചെയ്തത് എന്നും കാണാൻ കഴിയും. AD 70 ആരംഭിച്ച ഈ ഒരു യുദ്ധം AD 132 മുതൽ 136 വരെ നീണ്ടു നിന്നു എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. അതോടുകൂടി ഏകദേശം മുഴുവൻ ജൂതന്മാരും ഈ ഒരു ഇസ്രായേൽ പ്രദേശത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അതുമാത്രമല്ല റോമാ സാമ്രാജ്യം ജെറുസലേം എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണത്തെയും അതുപോലെ തന്നെ ജൂദയ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിൻ്റെയും പേരുകൾ മാറ്റുന്നുണ്ട്. ജെറുസലേം എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണത്തിൻ്റെ പുതിയ പേരാണ് ക്യാപിറ്റോലിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജൂത രാജ്യത്തിൻ്റെ പേര് അവർ പലസ്തീൻ എന്നാക്കുന്നു. അതായത് പണ്ട് ഇസ്രായേലുകാർ അവിടെ രാജ്യം സ്ഥാപിച്ചപ്പോൾ പ്രധാനമായിട്ട് യുദ്ധം ചെയ്ത സമൂഹമാണ് ഈ ഫിലിസ്റ്റീൻ സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് റോമാ സാമ്രാജ്യം ഈ സ്ഥലത്തിന് സിറിയ പലസ്റ്റീനിയ എന്ന് പേരിടുന്നത്. സോ എങ്ങനെയാണ് ആ എൻ്റെയർ പ്രദേശത്തിനും പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി വന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ കഥയുടെ ഈ ഭാഗത്ത് ജൂതന്മാരുടെ കഥയ്ക്ക് നമ്മളൊരു പോസ് ഇടുകയാണ്. ജെറുസലേമിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. സോ കുറേ കാലത്തേക്ക് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ തന്നെയായിരുന്നു ജെറുസലേം ഉണ്ടായിരുന്നത്. യൂതന്മാരെ അവിടെ പ്രവേശിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല. ഏകദേശം AD 300 കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യം മുഴുവനായിട്ട് ക്രിസ്തു മതം സ്വീകരിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ക്രിസ്തു മതവും ജൂതമതവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നീട് AD 600 കാലഘട്ടത്തിലാണ് ഇസ്ലാം മതം അറേബ്യയിൽ രൂപപ്പെടുന്നത്. അതിനുശേഷം ഇസ്ലാം കോൺക്വസ്റ്റുകൾ ഈ പ്രദേശത്ത് ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. സോ ഒരു ഇസ്ലാം റൂളറായിട്ടുള്ള കാലിഫ് ഒമറിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തേക്ക് കീഴ്പ്പെടുത്തുകയും ജെറുസലേമും അതുപോലെ തന്നെ പലസ്തീൻ റീജിയനൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത് അവരുടെ പലായനത്തിൻ്റെ 500 വർഷങ്ങൾക്ക് ശേഷം ജൂതന്മാർക്ക് തിരിച്ച് ജെറുസലേമിൽ വന്ന് താമസിക്കാനുള്ള ഒരു അവസരം ഈ കാലിഫ് ഒമർ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പല ഡൈനാസ്റ്റികൾ, പല ഇസ്ലാമിക് ഡൈനാസ്റ്റികളുടെ കീഴിലൂടെ ഈ സ്ഥലം മാറി മറിഞ്ഞു പോകുന്നുണ്ട്. ഫാത്തിമിഡ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയുടെ കീഴിൽ ഈ സ്ഥലം ഇരിക്കുമ്പോഴാണ് 1099 ക്രുസേഡ്, അതായത് ഒന്നാം കുരിശ് യുദ്ധം നടക്കുന്നത്. കുരിശ് യുദ്ധം എന്ന് പറയുന്നത് റോമായിൽ നിന്നുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ജെറുസലേം നഗരം തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അവർ ഈ ജെറുസലേം നഗരം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇവിടെ വരികയും യുദ്ധം ചെയ്യുകയും ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ഈ ക്രുസേഡിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരും മുസ്ലിം വിശ്വാസികളും ഒന്നിച്ചു പോരാടി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. എന്നാൽ അവിടെ ക്രുസേഡേഴ്സ് ജയിക്കുകയും ഫസ്റ്റ് ക്രുസേഡ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം തന്നെ അവിടെ സ്ഥാപിക്കുകയും ജെറുസലേമിൻ്റെ കൺട്രോൾ അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് മാംലുക്കുകൾ അതുപോലെ തന്നെ സെൽജുക് ടർക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇസ്ലാം രാജവംശങ്ങൾ ഇവരെ തോൽപ്പിക്കുകയും ആ പ്രദേശത്തിൻ്റെ അധികാരം കൈയടക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. ചരിത്ര രേഖകളിലെല്ലാം തന്നെ പറയുന്നത് ചെറിയ രീതിയിലുള്ള ഉരസലുകളൊക്കെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ അവിടുത്തെ മുസ്ലിം സമൂഹവും അതുപോലെ തന്നെ ജൂത സമൂഹവും ഏറെക്കുറെ സാഹോദര്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് എന്നാണ്. ഈ ഒരു സമയത്ത് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജൂതന്മാർക്കെതിരെയുള്ള പേഴ്സിക്യൂഷൻസ് ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ചെറിയ രീതിയിൽ അവർ ഈ പാലസ്തീൻ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിരുന്നു. ജെറുസലേമിലെ പോപ്പുലേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏകദേശം 3 മതങ്ങളുടെയും ഇടയിൽ ഒരേ രീതിയിൽ വീതിക്കപ്പെടാവുന്ന രീതിയിലേക്കും വളർന്നു വരുന്നത് പിന്നീട് കാണാൻ കഴിയും. അങ്ങനെയാണ് 1516 ഈ പ്രദേശം ഓട്ടോമൻ എംപയറിൻ്റെ കയ്യിലേക്ക് വരുന്നത്. ഓട്ടോമൻ എംപയറും മറ്റ് എംപയേഴ്സ് തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഓട്ടോമൻ എംപയർ ജയിക്കുകയും പലസ്തീൻ പോലെയുള്ള പ്രദേശങ്ങൾ ഓട്ടോമൻ എംപയറിൻ്റെ കയ്യിലേക്കും വരുന്നു. ഏറെക്കുറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരവിടെ മുന്നോട്ട് പോവുകയും സാഹോദര്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഏകദേശം 1878 പലസ്തീൻ പ്രദേശത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 80%, 10%, 3% മുസ്ലിം, ക്രിസ്ത്യൻ, ജൂയിഷ് പോപ്പുലേഷൻ വരുന്നതും ജെറുസലേം എന്ന് പറഞ്ഞിട്ടുള്ള നഗരത്തിൽ ഏകദേശം ഒരേ പോപ്പുലേഷനിലെ ആളുകൾ ജീവിക്കാൻ തുടങ്ങുന്നതും. സോ ഇപ്പോൾ ഇതാണ് ജെറുസലേം നഗരത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഈ ചരിത്രം കേട്ടിട്ടുള്ള നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ആ ഒരു 2500 വർഷത്തെ ചരിത്രത്തിന് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അത് തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം മാത്രമേ ഈ കഥയിൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളുടെ വേരുകളൊക്കെ ആരംഭിക്കുന്ന 1ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയ ജൂതന്മാർക്ക് എന്ത് സംഭവിച്ചു? അവരൊരു ഹോംലാൻഡ് ഇല്ലാത്ത കമ്മ്യൂണിറ്റിയായി മാറുകയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും വേറെ എവിടെ നിന്നോ വന്ന് താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ജൂതന്മാരെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതത് രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. ജൂതന്മാർ പ്രധാനമായിട്ട് ചെയ്തിരുന്ന 2 തൊഴിലുകൾ എന്ന് പറയുന്നത് ഒന്ന് ബാങ്കിങ്ങും 2 ട്രേഡുമാണ്. എന്തുകൊണ്ടാണ് അവർ ബാങ്കിങ്ങിലേക്ക് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുമത വിശ്വാസികൾക്ക് ബൈബിൾ പ്രകാരം പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ജോലി ആളുകൾ ജൂതമതക്കാരെ ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ ട്രേഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ജൂത സമൂഹം ഉള്ളതുകൊണ്ടും അവർ തമ്മിൽ ചെറിയ രീതിയിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഇൻ്റർനാഷണൽ ട്രേഡ് ഇവർക്ക് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഈ 2 ആക്ടിവിറ്റികളിലേക്ക് പോവുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്വത്ത് അവർ സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നോ വന്ന് താമസിക്കുന്ന ആളുകൾ അവരൊരുപാട് സ്വത്ത് സമ്പാദിക്കുന്നു. അതിൻ്റെ ഒരു പ്രശ്നം ആളുകൾക്കുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുമത ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ കൊന്നവർ എന്നുള്ള പേരിലും ഈ ജൂതന്മാർക്കെതിരെ മതപരമായിട്ടുള്ള വിദ്വേഷവും ആളുകളുടെ ഉള്ളിൽ വളർന്നു വരുന്നതിന് കാരണമായി.
മാത്രമല്ല ഇവർക്കെതിരെ ഒരുപാട് ഫേക്ക് സ്റ്റോറീസ് ലോകത്തിൻ്റെ പല ഭാഗത്ത് വരുന്നുണ്ട്. ക്രിസ്തു മതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവർ, ജീസസ് ക്രൈസ്റ്റിനെ കൊന്നതുകൊണ്ട് തന്നെ. അത് മാത്രമല്ല ക്രിസ്ത്യാനികളെ കൊന്ന് ചോര കുടിക്കുന്ന ആളുകളാണ് ഇവരെ എന്ന് പറഞ്ഞുള്ള കഥകൾ വരുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനെ കൊല്ലുന്നതിന് വേണ്ടി രോഗങ്ങൾ പടർത്തുന്ന വിഷം കലക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഒരുപാട് ഫേക്ക് സ്റ്റോറീസും വരുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഈ വിദ്വേഷത്തെ പിന്നീട് പൊളിറ്റിക്കലായി പല നേതാക്കന്മാരും ഉപയോഗിക്കാൻ തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൾമിനേഷനായിട്ടാണ് ആൻറ്റി-സെമിറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വികാരം ലോകത്തിൽ ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ആൻറ്റി-സെമിറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിറ്റിക് ലാംഗ്വേജുകൾ സംസാരിക്കുന്ന പ്രദേശത്തു നിന്ന് വരുന്ന ആളുകൾക്കെതിരെയുള്ള ഒരു വിദ്വേഷത്തിനെയാണ് ആൻറ്റി-സെമിറ്റിസം എന്ന് പറയുന്നത്. പക്ഷേ പിൻകാലത്ത് ഇത് ജൂതന്മാർക്കെതിരെയുള്ള ഒരു വികാരം മാത്രമായി പരിഗണിക്കപ്പെടുകയും ജൂതന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പെർസിക്യൂഷൻ അനുഭവിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ 1999 ഒന്നാം കുരിശുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഈ ഒന്നാം കുരിശുദ്ധം ജെറുസലേം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എങ്കിലും വഴിയിൽ കണ്ട മുഴുവൻ ജൂതന്മാരെയും കൂട്ടക്കൊല നടത്തിയെന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. 1290കളിൽ ഇംഗ്ലണ്ടിൽ നിന്ന് രാജാവിൻ്റെ ഓർഡർ പ്രകാരം ഇവരെ പുറത്താക്കുന്നുണ്ട്. 1350കളിൽ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഇവരെ പെർസിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേഗ് യൂറോപ്പിൽ പടർന്നു പിടിക്കുന്നതിനുള്ള കാരണങ്ങൾ ജൂതന്മാരാണെന്ന് പറഞ്ഞ് ഇവരെ പുറത്താക്കുന്നു. 1492ൽ സ്പെയിനിൽ നിന്ന് ഇവരെ പുറത്താക്കുന്നുണ്ട്. 1650കളിൽ ഉക്രൈൻ മാസക്കേർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 19ാം നൂറ്റാണ്ടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് റഷ്യൻ എംപയറിൽ ജൂതന്മാർക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്കെതിരെയുള്ള ഈ ഫേക്ക് സ്റ്റോറീസ്, മതപരമായിട്ടുള്ള വിദ്വേഷം, അതുപോലെ തന്നെ പൊളിറ്റിക്കലായി ഇത് പലരും യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിലെ പല തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിൽ വരെ ഞാനൊരു ജൂതവിരോധിയാണ്, ജൂതന്മാരെ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ നിങ്ങൾ എനിക്ക് വോട്ട് തരികയാണെങ്കിൽ എന്ന് പറഞ്ഞ് വോട്ട് മേടിക്കുന്ന നേതാക്കന്മാരെ വരെ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു മൂർത്തിഭാവമാണ് 1935 കാലഘട്ടങ്ങളിൽ ജർമ്മനിയിൽ നടന്നിട്ടുള്ള ജൂത കൂട്ടക്കൊല എന്ന് പറയുന്നത്. സോ റേഷ്യൽ പ്യൂരിഫിക്കേഷൻ, ഇവിടുത്തെ വംശശുദ്ധീകരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയമായിട്ട് ഹിറ്റ്ലർ മുന്നോട്ട് വരുന്നു. മാത്രമല്ല ജൂതന്മാർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ ജർമ്മനിയിൽ താമസിക്കുന്ന ആര്യ വംശജരുടെ സപ്പോർട്ട് കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഹിറ്റ്ലർ അത് ചെയ്തത്. അപ്പോൾ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും, സ്വന്തം രാജ്യത്ത് നിന്ന് പലായനം ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയ കാലഘട്ടം മുഴുവൻ മുതൽ ഇങ്ങോട്ട് ഒരുപാട് പെർസിക്യൂഷൻ അനുഭവിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ഈ ജൂത സമൂഹം എന്ന് പറയുന്നത്. പക്ഷേ അതും ഇപ്പോഴത്തെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നവും തമ്മിൽ എന്തെങ്കിലും ഡയറക്റ്റ് റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള റിലേഷൻസ് ഒന്നുമില്ല എന്ന് തന്നെ കാണാൻ കഴിയും. ഇനി എല്ലാവരും മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇപ്പോഴത്തെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ആരാണ് ശരി, ആരാണ് തെറ്റ്, ഞാൻ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട്, മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് നമ്മൾ മുന്നേറി കഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മൾ ശരിയും തെറ്റും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പോകുന്നതിനേക്കാൾ ഉപരി ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് മനുഷ്യരെന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത്. സമാധാനമില്ലാതെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിരപരാധികളായ ഒരുപാട് മനുഷ്യരുടെ ജീവൻ വെറുതെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതിൻ്റെ തെളിവിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മതവും നമ്മുടെ വിശ്വാസവും നമ്മൾ സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുക, ദയവ് ചെയ്ത് വെറുപ്പിന് വേണ്ടി അത് ഉപയോഗിക്കാതിരിക്കുക. സോ ഈ വീഡിയോയിലൂടെ ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗവും അതുപോലെ തന്നെ ഒരു നല്ല മെസ്സേജ് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനലിന് നിങ്ങൾ നൽകിയ സ്നേഹത്തിന് അകമഴിഞ്ഞ നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും നന്ദി.